പ്രിയപ്പെട്ടവരെ, സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിറങ്ങിയ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായ ബാലനെ കുറിച്ചാണ്. ആദ്യമേ ഞങ്ങൾ ഡിസ്ക്ലൈമർ പറയുന്നുണ്ട്. പടം കാണാത്തവർ തുടർന്ന് കാണണമെന്നില്ല. കാരണം ഇത് അത്യാവശ്യം സ്പോയിലർ ഉള്ള ഒരു ചർച്ചയായിരിക്കും. പടം കണ്ടവർ തീർച്ചയായിട്ടും തുടർന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാലൻ എന്ന ചിത്രം സാധാരണ നമ്മൾ മലയാളത്തിൽ കാണുന്ന ഈ കുട്ടികളുടെ ചിത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? അഥവാ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു സാധാരണ കുട്ടികൾ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളിൽ ഉദാഹരണത്തിന് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ, അതുപോലെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഇറാനിയൻ ചിത്രമായ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഈ സിനിമകളിലൊക്കെ കുട്ടികളുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ അവരുടെ തമാശകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ബാലൻ അതിനെ എല്ലാത്തിനെയും പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബാലൻ വെറും ഒരു കാഴ്ചക്കാരനല്ല, അവൻ ഈ മുതിർന്നവരുടെ ലോകത്തിലേക്ക് പോയി അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കുകയാണ്. അതായത് ഒരു ട്രോമ ഇൻഡ്യൂസ്ഡ് മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ ചിത്രത്തിൽ മനഃപൂർവ്വം ഈ കുട്ടികളുടെ ചിത്രങ്ങളിൽ ഉണ്ടാവാറുള്ള ക്ലീഷേകളൊന്നും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടും എനിക്ക് തോന്നിയിരുന്നു. ഇതൊരു സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ വളർച്ചയും ആ കുട്ടി മനസ്സിലാക്കുന്ന കാര്യങ്ങളും എന്നതിനപ്പുറത്തേക്ക് ഈ ബാലന്റെ കണ്ണിലൂടെ ഒരു സമൂഹത്തെ നോക്കിക്കാണാനും ആ സമൂഹത്തിന്റെ സിസ്റ്റത്തിന്റെ ചില പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഒരു ടിപ്പിക്കൽ ഒരു കുട്ടികളുടെ ചിത്രമല്ല. അത് തന്നെയാണ് ബാലന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. മഞ്ഞുമൽ ബോയ്സ്, ആവേശം തുടങ്ങിയ വൻ വിജയങ്ങൾക്ക് ശേഷം ചിദംബരവും ജിത്തു മാധവനും ഒരു ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോ ഇവരുടെ കരിയറിൽ തന്നെ പീക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ അവര് ചെയ്യുന്നതിനെ കുറിച്ച് അതെങ്ങനെയാണ് ഹരിക്ക് എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത്? എനിക്ക് തോന്നിയത് ഇത് മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം ഇപ്പോ ചിദംബരത്തിന്റെ കാര്യം നോക്കിക്കോളൂ. ചിദംബരം ജാനേമൻ ഹിറ്റായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വരുന്നത്. ജിത്തുമാധവനാണെങ്കിൽ തൊട്ട് മുൻപ് ചെയ്ത ആവേശം അത് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു. ഒരുപാട് ഭാഷകളിലേക്ക് ചിത്രം പിന്നെ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ ചിത്രം ഓടി. പ്രത്യേകിച്ച് ഈ ഫഹദിന്റെ കഥാപാത്രം തെന്നിന്ത്യയിൽ തന്നെ ഒരു ഹിറ്റ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വരുന്ന രണ്ട് യുവ സംവിധായകർ, ഒരാൾ സംവിധാനം, മറ്റേ തിരക്കഥ, ഇവർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഏതൊരു സൂപ്പർ താരത്തിന് ഡേറ്റ് കിട്ടും, ഏതൊരു ബിഗ് ബഡ്ജറ്റ് പടം അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും അവരൊരു തീരുമാനം എടുക്കുന്നത് ബാലൻ പോലെ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ സിനിമയെ അല്ലാത്ത ഒരു ചിത്രം എടുക്കാനാണ്. ഇത് ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റ് ആവുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം നമുക്കറിയാം, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാരും തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സൂപ്പർ താര ആ നിർമ്മിതിക്കുള്ളി വരുന്നവരൊന്നും അല്ല. സാധാരണക്കാരായ ആക്ടേഴ്സ് ആണ്. നല്ല നടന്മാരും നടിമാരുമാണ്. അതിനപ്പുറത്തേക്ക് ഇവരാരും തന്നെ താരങ്ങളല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷണ സ്വഭാവമുള്ള ചിത്രം ചെയ്യാൻ തൊട്ടു മുൻപ് വൻ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത രണ്ടുപേർ തീരുമാനിക്കുന്നത് അതൊരു വളരെ പ്രതീക്ഷയുടെ ഒരു കാര്യമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് മലയാളത്തിൽ മാത്രം ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യവുമാണ്. എനിക്ക് തോന്നുന്നു ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സാമൂഹിക രാഷ്ട്രീയ ചിന്തകൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, എനിക്ക് തോന്നുന്നു സിംഗിൾ മദർഹുഡ് എന്നുള്ള, ഭർത്താവിന്റെ തണലില്ലാത്ത ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും നമ്മുടെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതി വളരെ കൃത്യമായിട്ട് ചിദംബരം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ഇങ്ങനത്തെ ഒരു ലോകത്ത് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അമ്മയും മകനും അവര് നടത്തുന്ന ഒരു പോരാട്ടം, ഒരു വേണമെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തോട് തന്നെ അവര് എതിർത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ ചിത്രത്തിന്റെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തെയാണ് ചിത്രം ശരിക്കും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. നമുക്കറിയാം, ഈ കഥാപാത്രങ്ങൾക്കൊക്കെ വളരെ ട്രോമാറ്റിക് ആയിട്ട് ഒരു പാസ്റ്റ് ഉണ്ട്. ഈ പാസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതും സമൂഹത്തിലെ ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു സമൂഹം, ആ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന രണ്ട് വ്യക്തികൾ, ഇവരുടെ ആ ഒരു ജീവിതത്തെ ഈ ചിത്രം വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വായനകൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും അടങ്ങുന്ന ആ ഒരു സിസ്റ്റത്തെ പ്രതികൂട്ടി നിർത്തുന്ന തരത്തിലാണ് സംവിധായകൻ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരും ഈ സിനിമയെ അമ്മ മകൻ സ്നേഹബന്ധം ഒക്കെ ആയിട്ട് ആണ് വായിക്കുന്നത്. മറ്റൊരു വായനയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ അമ്മ മകൻ ബന്ധത്തെ കുറിച്ച് എങ്ങനെയാണ് ഹരി നോക്കുകയാണ്? ഇതൊരു മാതൃസ്നേഹത്തെ വല്ലാതെ പുകഴ്ത്തുന്ന സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വായനകൾ കണ്ടിരുന്നു. പലരും അമ്മ മകൻ അവരുടെ ഇടയിലുള്ള ബന്ധം, അതിന്റെ ആഴം എന്നുള്ള നിലയ്ക്കൊക്കെ സിനിമ വായിക്കുന്നുണ്ട്.
ഇവിടെ അങ്ങനെ ഒരു ബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്ത് വളരെ സെൽഫിഷായ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഇതിലെ അമ്മയെ കാണാൻ പറ്റുന്നുള്ളൂ. ഒരുതരം ടോക്സിക് പാരന്റിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവർ വളരെ സെൽഫിഷാണ്. അവരൊരു പോയിന്റിൽ പോലും ആ കുട്ടിയുടെ ആ മാനസിക വളർച്ച, കുട്ടിയുടെ ഒരു സാമൂഹിക ജീവിതം അങ്ങനെയുള്ള ഒന്നും തന്നെ അവരുടെ ഒരു 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 കൺസേൺ ആയിട്ട് മാറുന്നില്ല. അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉള്ളപ്പോഴൊക്കെ അവരതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കിയിട്ടുള്ളത്. അവരെന്തിനൊക്കെ ഭയക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ പോലും തന്റെ കൂടെയുള്ള ആ ചെറിയ കുട്ടിയുടെ ആ വളർച്ചയെക്കുറിച്ചോ സാമൂഹിക വികാസത്തെക്കുറിച്ചോ ഒട്ടും ചിന്തിക്കാത്ത ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. ആ, ഇത് വളരെ സ്പോയിലറുള്ള റിവ്യൂ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇത് പറയാണ്. ഇതിന്റെ അവസാന ഭാഗത്ത് ഇവർ ഒരുമിക്കുന്ന ആ സമയമൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് തിയേറ്ററിൽ കൈയടിക്കുന്നുണ്ടായിരുന്നു. പലരും അതിനെ കാണുന്നതും അമ്മയും മകനും കൂടി ചേർന്നതായിട്ടും അവർ ഇനി വീണ്ടും തുടർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ടൊക്കെ ആണെങ്കിലും എന്തിനാ ബാല്യമാണ് ആ കുട്ടിക്ക് കിട്ടിയത്? അതിന് ആ അമ്മ ചെയ്ത കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ നാട്ടിൽ ഒരുപാട് പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനും തുടർന്നുള്ള വളർച്ചയ്ക്കും പഠനത്തിനുമായിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങളുള്ള നാട് തന്നെയാണ് നമ്മുടെ കേരളം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിൽ നിന്നും ഒക്കെ തന്റെ മകനെ ഒഴിവാക്കിക്കൊണ്ട് അവനെ പിന്നെ തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതം ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു അമ്മയെ ആണ് നമ്മൾ കാണുന്നത്. അതൊരു ഉദാത്ത മാതൃസ്നേഹത്തിന്റെ സിനിമയായിട്ട് കാണാൻ എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അസ്ലിന് അതെങ്ങനെയാ തോന്നുന്നത്? അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അവസാനം ഹരി പറഞ്ഞ ക്ലൈമാക്സ് സീനില് കൈയടിക്കുമ്പോ എന്റെ ഉള്ളിൽ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേടിയാണ് ഒരുതരം. ആ പയ്യൻ ഇനി അവന്റെ ജീവിതം ഒരു അടിമ പോലെ ആയി മാറിപ്പോകുമോ എന്നുള്ള ഒരു പേടിയാണ്. മറ്റൊരു കാര്യം, ഈ ബാലൻ എന്ന സിനിമയില് കുറെ നമ്മുടെ പഴയ സംവിധായകരുടെ സ്വാധീനമുള്ളതായിട്ട് പലയിടത്തും വായനയൊക്കെ കണ്ടിരുന്നു. അതായത് നമ്മുടെ KG ജോർജിന്റെ സിനിമകളിലെ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത്, അതുപോലെ തന്നെ ഭരതൻ സിനിമകളിലെ വൈകാരികത, ഇങ്ങനെയുള്ള ഒരു റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ 1-2 സിനിമകള് 2016 പുറത്തിറങ്ങിയ ലയൺ എന്നുള്ള ഒരു സിനിമ നമ്മളൊരു ഫിലിം ഫെസ്റ്റിവലിന് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിന്നീട് അമ്മയെ തേടിയുള്ള ആ കുട്ടിയുടെ ഒരു യാത്ര, അതുപോലെ തന്നെ ഉഡാൻ 2010 പുറത്തിറങ്ങിയ ഉഡാൻ, ഒരു കൗമാരക്കാരന്റെ മാനസിക സംഘർഷം, അതുപോലെ തന്നെ ടോക്സിക് പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയാണ്. ടോക്സിക് പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങള്. പിന്നെ അതുപോലെ തന്നെ 2011 പുറത്തിറങ്ങിയ റൂം എന്ന് പറഞ്ഞൊരു സിനിമ, അടച്ചിട്ട മുറിയില് മകനെ വളർത്തുന്നു. പിന്നെ ഷോക്കിംഗ് സിനിമയാണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാപ്പർനോമിന്റെ ഒരു റെഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയോ? തീർച്ചയായും നമുക്ക് അങ്ങനെയൊക്കെ വായിക്കാവുന്നതാണ്. കാരണം കാപ്പർനോമിലും സമൂഹത്തെ തന്നെയാണല്ലോ അതിൽ വില്ലനായിട്ട് കാണിക്കുന്നത്. ഈ ചിത്രത്തിലെ മറ്റൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും 2 വ്യത്യസ്ത സിനിമകൾ പോലെയാണ് പോകുന്നത്. അതിൽ നേരത്തെ തന്നെ അത് പിന്നെ മേക്കേഴ്സ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിൽ ടോവിനോ ഉണ്ട്. അത് സ്പോയിലർ അല്ല. അപ്പോൾ ടോവിനോ വരുന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും തുടക്കത്തിലുള്ള സംഭവങ്ങളും തമ്മിലൊക്കെ വലിയ വ്യത്യാസം കാണാനായിട്ട് പറ്റും. ആദ്യ ഭാഗത്ത് മൊത്തം നിഗൂഢമായ സംഭവങ്ങളാണ്. കാണികൾക്ക് ഒരു ഭയം ജനിപ്പിക്കുന്നുണ്ട്. എപ്പോ വേണേലും ഒരു അപകടം സംഭവിക്കാം എന്നുള്ള നിലയ്ക്ക്. കാട്, വന്യത, ഹൈ റേഞ്ച് ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാവാമെന്നൊരു തോന്നൽ നമുക്കുണ്ട്. എന്നാൽ രണ്ടാം പകുതി ആവുന്ന സമയത്ത് ടോവിനോ വന്നതിന് ശേഷം ബാലൻ ടോവിനോയുടെ കൂടെ ചേരുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു കടലിന്റെ പരിസരത്താണ്. പിന്നെ കടൽ തീരത്താണ്. അവരുടെ ജീവിതം മംഗലാപുരത്തായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തുടക്കത്തിലെ ആ വന്യതയും ആ ഹൈ റേഞ്ചും ആ ഭീതിയും രണ്ടാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കടലും കടലിന്റെ പരപ്പും ഒക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി കാമും കുറച്ചുകൂടി സൂത്തിങ്ങും ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കുറച്ചുകൂടി സമാധാനത്തോടെ കാണികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു 2 ലാൻഡ്സ്കേപ്പിന്റെ ആ ഒരു വ്യത്യാസം സിനിമയുടെ മൂഡിനെ മൊത്തം സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രത്തിൽ കുറച്ച് മെറ്റഫേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചില സൂചകങ്ങൾ അങ്ങനെ ഇട്ട് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വായിക്കാം. അതിലൊന്ന് ഈ അമ്മച്ചിയുടെ മതില് ചാടി വരുന്ന വീടിന്റെ മതില് ചാടി അതിക്രമിച്ച് കിടക്കുന്ന കുട്ടികളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കുട്ടികൾ ശരിക്കും സിംബലൈസ് ചെയ്യുന്നത് സമൂഹത്തെ തന്നെയാണ്. കാരണം സമൂഹത്തെ പടിക്ക് പുറത്ത് നിർത്തിയ ഒരാളാണ് അതിലെ അമ്മച്ചി. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അമ്മയും. അപ്പൊ അമ്മയും സമൂഹത്തിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുന്നു. അവരവസാനം എത്തുന്നത് ഇതേപോലെ സമൂഹത്തെ വെറുത്തുന്ന മറ്റു സ്ത്രീകളാണ്. ഇവരൊരുമിച്ച് ഒരു സിസ്റ്റർഹുഡ് അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ആ സമയത്ത് ഈ മതിൽ ചാടി വരുന്ന ആ കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നത് പുറത്തുനിന്ന് ഇവരെ നോക്കുന്ന സമൂഹത്തെയാണ്. അപ്പൊ ആ സമൂഹത്തിന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിങ്ങനെ നിരന്തരം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആ നോട്ടത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ 2 സ്ത്രീകൾ അവിടെ ഒരു ജീവിതം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെറ്റഫർ ഉണ്ട്. എനിക്കൊന്ന് മറ്റ് കുറച്ചധികം കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും അല്ലെ? അതെ, എനിക്ക് 1-2 മെറ്റഫേഴ്സ് കൂട്ടിച്ചേർക്കാനുള്ള ഒന്ന്, അവിടെ ഒരു നൊമാഡിക് ലൈഫാണ്. അതായത് ആദ്യ പകുതിയിൽ അമ്മയും മകനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ ഒരു അൺസിവിലൈസ്ഡ് ലൈഫ് ആണ് അവര്. അത് തന്നെയാണ് സിനിമയുടെ ഒരു താളവും.
അവര് വസ്ത്രം മാറുന്ന പോലെ ഐഡന്റിറ്റി മാറുന്നു എന്നുള്ളത്. പിന്നെ സിനിമ തുടങ്ങുന്ന ആ ഫസ്റ്റ് ഷോട്ട്, ആ പ്രിസൺ വാള്, സിനിമ ആരംഭിക്കുന്നത് ആ കുട്ടികളുടെ ഈ ഡ്രോയിങ് വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു അതൊരു ക്ലാസ് മുറിയോ വീടിന്റെ ചുമരാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ജയിലിലെ ഭിത്തികളാണ് എന്നുള്ളത്. അത് അതൊരു മെറ്റഫർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അവര് തോക്ക് ആ സിനിമയിലെ അത് അവരൊരു സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് അതില് ഒരു മെറ്റഫർ ആയിട്ട് വരുന്നുണ്ട്. അത് അമ്മയും മകനും ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ഒരു തോക്ക് അവരടുത്തുണ്ട്. അതെ അതെ. അത് ശരിക്കും ആ മാരകായുധമാണ് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തോന്നുന്നത് ആ അമ്മച്ചിയെക്കാളും. അമ്മച്ചി മരിക്കുന്നതിന് ശേഷമാണ് അവര് ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത്. മാത്രല്ല ഇവര് ഈ സ്റ്റേറ്റിന്റെയോ സിസ്റ്റത്തിന്റെയോ സമൂഹത്തിന്റെയോ ഒന്നും ഒരു നിയമത്തിലും വിശ്വസിക്കുന്നില്ലല്ലോ. ഇല്ല. അവര് എല്ലാത്തരം പിന്നെ നിയമത്തിനും സിസ്റ്റത്തിനോടൊക്കെ ഒരു വല്ലാത്തൊരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവര് ആയുധം കൊണ്ട് സ്വയം സംരക്ഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത്. ഒരു നിയമസഹായം അങ്ങനെ ഒന്നും തേടുന്നില്ല. ഈ ചിത്രത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിലെ പെർഫോമൻസ് ആണ്. അമ്മയായിട്ട് അഭിനയിച്ച ഫർസാന ബാലത്തിങ്കിൽ, അതുപോലെ ബാലനായിട്ട് അഭിനയിച്ച ആദിശേഷൻ, നമ്മുടെ പോലീസായിട്ട് അഭിനയിച്ച ജീൻ പോൾ ലാൽ, അപ്പൊ ഇവരുടെയൊക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ബാലന്റെയും അമ്മയുടെയും കഥാപാത്രം ചെയ്ത അവരെ കണ്ണുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവര് പറയാതെ പറയുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യും. വലിയ കണ്ണുള്ള കഥാപാത്രങ്ങളാണ് അല്ലെ? വലിയ കണ്ണുള്ള കഥാപാത്രങ്ങളല്ലേ? വലിയ കണ്ണുള്ള കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണം, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നതാണ്. മറ്റൊരു രസകരമായ ഒരു സംഗതി ഇതിൽ ചില സംവിധായകർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രേമലുവിന്റെ ഒക്കെ സംവിധാനമായിട്ടുള്ള ഗിരീഷ് ഷേഡി അതിലൊരു റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ആട്ടം സിനിമയിലെ സംവിധായകൻ ആനന്ദ് ഏകശ്രീ വരുന്നുണ്ട്. പിന്നെ ജീൻ പോൾ ലാൽ ഒരു സംവിധായകനാണ്. ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ചില സംവിധായകരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സ് കുറെ അവ്യക്തതകൾ ഉയർത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് തോന്നുന്നത് ഹരിക്ക്? ഇത് കൃത്യമായ ക്ലോഷർ ഉള്ള ഒരു സിനിമയായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പ്രേക്ഷകർക്ക് തന്നെ കുറെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണോ അവസാനം സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായും സംശയങ്ങളുണ്ട്. അതിപ്പം ഇതിന്റെ മോറൽ സൈഡ് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ അമ്മയും മകനും കൂടി ചേർന്നു, ഒരു ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അതാണ് നല്ലത് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിരുന്നു. ഇതിന്റെ മോറൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ജഡ്ജ് ചെയ്യാനല്ല, എന്നാൽ പോലും ചില സംശയങ്ങളൊക്കെ വരും. കാരണം ഒരു മാനസിക പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയെ അർച്ചന പത്മിനി ചെയ്ത കഥാപാത്രമാണ്. അവരെ ബലി കൊടുത്തിട്ടാണ് ഇവിടെ ഇവർ രക്ഷപ്പെട്ടു വരുന്നതൊക്കെ. അപ്പൊ അതിൽ ഈ മോറൽ സൈഡിൽ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത്ര കാലം കാണാതിരുന്നിട്ടും തന്റെ മകനെ കിട്ടുന്ന സമയത്ത് അവരും വീണ്ടും ഒളിച്ചോടാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. അവര് സമൂഹത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നില്ല. അവര് യാതൊരു തരത്തിലുള്ള നിയമ സംഹിതകളും വിശ്വസിക്കുന്നില്ല. പകരം വീണ്ടും ഒളിച്ചോടി ആ കുട്ടി അടിപൊളി ടീനേജറാണ്. ആ ടീനേജർക്ക് തുടർന്ന് അങ്ങോട്ടും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാനസികമായ അടിമത്തം തന്നെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സിനിമ കൂടിയാണ്. കൃത്യമായ ഒരു സ്റ്റാൻഡ് അവിടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ചിത്രത്തിന്റെ പേര് ബാലൻ ദ ബോയ് എന്നാണ്. അപ്പോ യഥാർത്ഥത്തില് ഈ ബാലൻ നേരിടുന്ന പ്രശ്നങ്ങള്, ബാലൻ സമൂഹത്തില് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ബാലന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാലന്റെ കണ്ണിലൂടെ സമൂഹത്തെ കാണാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ബാലൻ തന്നെയാണ് കേന്ദ്ര കഥാപാത്രം. പക്ഷെ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ച് നമ്മൾ കണ്ടത്, പല വായനകളിലും കണ്ടത് ഇതൊരു അമ്മയുടെ ചിത്രമായിട്ടും അമ്മയുടെ സർവൈവലിന്റെ ചിത്രമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവിടെ വിക്ടിമായി മാറുന്നത് ആ ബാലൻ തന്നെയാണ്. അപ്പോൾ ബാലന്റെ കണ്ണിലൂടെ ചിത്രത്തെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ചില കാഴ്ചകൾ കാണാൻ പറ്റുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം, വിജയിപ്പിക്കണം, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആവേശവും മഞ്ഞുമൽ ബോയ്സും പോലത്തെ ബിഗ് ബഡ്ജറ്റ് വൻ വിജയ ചിത്രങ്ങളുടെ ഒപ്പം തന്നെ ഇത്തരം ചെറിയ ചിത്രങ്ങൾ കൂടി ചെയ്യാൻ മുൻനിര സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കൊക്കെ തോന്നണമെങ്കിൽ ഇത്തരം ചിത്രങ്ങൾക്ക് അത് കൃത്യമായ അത് കാണികൾ കാണുന്നുണ്ടെന്നും സാമ്പത്തികമായി തെറ്റില്ലാത്ത വിജയം അവർക്ക് ലഭിക്കേണ്ടതുണ്ടെന്നും കൂടി ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം പ്രേക്ഷകർക്ക് ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ കാണുക, ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കുക, വലിയ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒപ്പം തന്നെ ചെറിയ ക്യാരക്ടർ സ്റ്റഡി ആയിട്ടുള്ള ചിത്രങ്ങളെ കൂടി നമ്മുടെ കാഴ്ച ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമാ നോട്ടത്തിന്റെ ഈ ഒരു ലക്കം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ലക്കത്തിൽ മറ്റൊരു ചർച്ചയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.
ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. ഓക്കെ.